lecture നമുക്ക് കുറച്ച് problems നോക്കാം. Consider the recursive filter shown in figure. The input x of n has a range of values of plus or minus 100 volt represented by 8 bits. Compute the variance of output due to analog to digital conversion process. ഒന്നുകിൽ variance of output കണ്ടുപിടിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ output noise power കണ്ടുപിടിക്കുക എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നൽ ഒറിജിനൽ വാല്യൂ ആയിരിക്കില്ല യൂസ് ചെയ്യുക, കോണ്ടൈസ്ഡ് ഇൻപുട്ട് ആയിരിക്കും യൂസ് ചെയ്യുക. ഒറിജിനൽ വാല്യൂവിനെ എന്ത് ചെയ്യുന്നു, കോണ്ടൈസ് ചെയ്യുന്നു. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കോണ്ടൈസ് ചെയ്യുന്നു. അപ്പോൾ കോണ്ടൈസ്ഡ് വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുക. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനൽ വാല്യൂവിന് പകരം കോണ്ടൈസ്ഡ് വാല്യൂ യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, ഒരു എറർ സിഗ്നൽ ആഡപ്പ് ആവും. സോ ഇൻപുട്ടിൽ എന്ത് വരുന്നു, എറർ വരുന്നു. അപ്പൊ ഇൻപുട്ടിൽ നോയ്സ് വരുന്നു. ആ ഇൻപുട്ടാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക, സിസ്റ്റത്തിലോട്ട് അല്ലെ ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നത്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിലും എന്ത് വരും, എറർ സിഗ്നൽ വരും അല്ലെങ്കിൽ നോയ്സ് വരും. അപ്പൊ ആ ഔട്ട്പുട്ടിലുള്ള വേരിയൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നോയ്സ് പവർ വേണം കണ്ടുപിടിക്കാൻ. സോ അതിനായിട്ട് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇൻപുട്ട് നോയ്സ് പവർ കണ്ടുപിടിക്കണം. ഇൻപുട്ടിൽ നോയ്സ് വരുന്നതുകൊണ്ടാണ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ വരുന്നത്, ഔട്ട്പുട്ടിലും വരുന്നത്. സോ ഇൻപുട്ട് നോയ്സ് പവർ കണ്ടുപിടിക്കണം. ഇൻപുട്ട് നോയ്സ് പവറിന്റെ ഇക്വേഷൻ എന്താണ്, സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു Q square by 12. അപ്പൊ ആദ്യം സിഗ്മ ഇ സ്ക്വയർ കണ്ടുപിടിക്കുക, ഇൻപുട്ട് നോയ്സ് പവർ കണ്ടുപിടിക്കുക, പിന്നെ ഔട്ട്പുട്ട് നോയ്സ് പവർ കണ്ടുപിടിക്കുക, അതായത് സിഗ്മ എപ്സിലൺ സ്ക്വയർ കണ്ടുപിടിക്കുക. സിഗ്മ ഇ സ്ക്വയർ എന്താണ്, Q square by 12. വേരിയൻസ് ഓഫ് എറർ സിഗ്നൽ അല്ലെങ്കിൽ ഇൻപുട്ട് നോയ്സ് പവർ സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു Q square by 12. Q എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് സൈസ് ആണ്. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ടോട്ടൽ റേഞ്ച് ഡിവൈഡഡ് ബൈ റേഞ്ച് ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഡിവൈഡഡ് ബൈ 2 raised to b. b എന്ന് പറയുന്ന നമ്പർ ഓഫ് ബിറ്റ്സ്. റേഞ്ച് ഇവിടെ എന്താണ്, പ്ലസ് ഓർ മൈനസ് 100 വോൾട്ട്. സോ 100 മൈനസ് ഓഫ് മൈനസ് 100, സോ എന്ത് കിട്ടി, 200. ടോട്ടൽ റേഞ്ച് ഇസ് 200 ഡിവൈഡഡ് ബൈ 2 raised to b. നമ്പർ ഓഫ് ബിറ്റ്സ് ഇസ് 8. അപ്പം ക്യൂവിന്റെ വാല്യൂ എന്ത് കിട്ടി, 0.78125. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. അപ്പൊ ഇൻപുട്ട് നോയ്സ് പവർ കിട്ടും, സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു Q square by 12. സോ ഈ സിഗ്മ ഇ സ്ക്വയർ വാല്യൂ എന്ത് കിട്ടി, 0.05086. സോ ഇൻപുട്ട് നോയ്സ് പവർ സിഗ്മ ഇ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് ഔട്ട്പുട്ട് നോയ്സ് പവർ അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ഔട്ട്പുട്ട് സിഗ്മ എപ്സിലൺ സ്ക്വയർ കിട്ടണം. അതിന്റെ എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. സിഗ്മ എപ്സിലൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു 0 to infinity h square of n. സോ സിഗ്മ ഇ സ്ക്വയർ നമ്മളതിലുണ്ട്. ഇനി h of n കൂടെ വേണം, അതായത് സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് വേണം. അതായത് നമുക്ക് ഈ ഫിഗർ നോക്കാം. ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക, സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ഇക്വേഷൻ കണ്ടുപിടിക്കുക. സോ എറർ സിഗ്നൽ കൺസിഡർ ചെയ്യാണ്ട് നോക്കിയാൽ y of n is equal to എന്താണ്, x of n പ്ലസ് ഇനി അടുത്ത് ഇവിടുന്ന് വരുന്ന എന്താണ് ആഡ് ചെയ്യുന്നത്, y of n ഒരു ഡിലേ കൂടെ പാസ് ചെയ്യുമ്പോൾ y of n minus 1. 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.8 y of n minus 1. x of n ഈ വാല്യൂയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് y of n. സോ y of n is equal to 0.8 y of n minus 1 plus x of n. ഇനി ഇതിന്റെ z ട്രാൻസ്ഫോം എടുക്കുന്നു. y of z is equal to 0.8 y of n minus 1 ന്റെ z ട്രാൻസ്ഫോം എന്താണ്, z raised to minus 1 y of z plus x of n എന്താണ്, x of z. ഇതിന് h of z എഴുതാം. h of z എന്ന് പറയുന്നത് എന്താണ്, y of z by x of z ആണ്. y of z ഇവിടെ എന്ത് വരും, y of z into 1 minus 0.8 z raised to minus 1 എന്ന് പറഞ്ഞു വരും. സോ ഇതിന് നമുക്ക് h of z is equal to y of z by x of z എന്ത് എഴുതാം, 1 by 1 minus 0.8 z raised to minus 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ മുകളിൽ താഴെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ z by z minus 0.8 എന്ന് പറഞ്ഞു എഴുതാം. ഇനി നമുക്ക് h of z ആയി. ഇനി ഇതിന്റെ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് ആരെ കിട്ടും, h of n കിട്ടും. അപ്പൊ a raised to n u of n ന്റെ z ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്കറിയാം, z by z minus a. സോ z by z minus a യുടെ z ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എന്തായിരിക്കും, a raised to n u of n. അപ്പൊ ഇവിടെ എന്താണ്, z by z minus a. a ക്ക് പകരം 0.8. അപ്പൊ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 0.8 raised to n u of n. 0.8 raised to n u of n. സോ h of n എന്താണ്, 0.8 raised to n u of n. സോ ഇവിടെ സിഗ്മ ഇ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. h of n ന് ഒരു ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, 0.8 raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. h of n സ്ക്വയർ ആണ്. സോ 0.8 raised to n 2n എന്ന് പറഞ്ഞു വരും, സ്ക്വയർ ചെയ്യുന്നുണ്ട്. u of n ന്റെ വാല്യൂ 1 ആണ്, 0 to infinity. സോ അത് 1 ആയി പോയി. ഇനി ഇത് നമുക്കറിയാം, സിഗ്മ n is equal to 0 to infinity a raised to n എന്താണ്, 1 by 1 minus a. a raised to n. a ക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്, 0.8 സ്ക്വയർ ആണ് a ക്ക് പകരം ഉള്ളത്, a raised to n. സോ 1 by 1 minus a. സോ 1 by 1 minus a. a ക്ക് പകരം എന്ത് വരുന്നു, 0.8 സ്ക്വയർ. ഈ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സിഗ്മ എപ്സിലൺ സ്ക്വയർ എന്ത് കിട്ടും, 0.14128 എന്ന് പറഞ്ഞ് കിട്ടും. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫോർ എ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n is equal to 0.4 y of n minus 1 plus x of n.
The range of input is -2, 2 and represented by 6 bits. Compute the output noise power. ഇവിടെ variance of output എന്നല്ല പറഞ്ഞിരിക്കുന്ന output noise power എന്നാണ് പറയുന്ന output noise power due to input quantization. Input signal നമ്മൾ quantize ചെയ്യുമ്പോൾ input error വരും, corresponding ആയിട്ട് output error വരും. അപ്പോൾ അതിന്റെ output noise power കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ അല്ല, അതിന് പകരം ഡിഫറൻസ് ഇക്വേഷൻ നേരിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താ സ്റ്റെപ്പ്? സിഗ്മ ഇ സ്ക്വയർ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി ക്യൂ കണ്ടുപിടിക്കണം. സോ ക്യൂ ഇസ് ഈക്വൽ ടു r/2 ആറിന്റെ റേഞ്ച് എന്താണ്? -2 to 2 ആണ്. അപ്പൊ 2 മൈനസ് ഓഫ് -2 എന്ത് കിട്ടും? 4 കിട്ടും. റേഞ്ച് ഡിവൈഡഡ് ബൈ 2 ബിറ്റ്സ് 6 0.0625 എന്ന് കിട്ടി ക്യൂവിന്റെ വാല്യൂ. അത് വെച്ചിട്ട് സിഗ്മ ഇ സ്ക്വയർ ഇൻപുട്ട് നോയ്സ് പവർ എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ is equal to q square by 12. so sigma e square കിട്ടി. ഇനി നമുക്ക് സിഗ്മ എപ്സിലോൺ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? h of n വേണം. അതിനായിട്ട് ഡിഫറൻസ് ഇക്വേഷൻ എടുത്ത് എഴുതി, അതിന്റെ z ട്രാൻസ്ഫോം എടുത്തു. y of z is equal to 0.4 z raised to -1 y of z plus x of z. ഇതിന് h of z എഴുതി, y of z by x of z എന്ത് കിട്ടി? 1/1 minus 0.4 z raised to -1 മുകളിൽ താഴെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z by z minus 0.4 z by z minus a ഫോർമുല. So h of n എന്താണ്? ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ a raised to n u of n, a raised to n, a യുടെ വാല്യൂ 0.4 raised to n u of n. so h of n നമുക്ക് കിട്ടി. So output noise power കണ്ടുപിടിക്കുക. sigma epsilon square is equal to sigma e square, sigma n is equal to 0 to infinity h square of n. h of n എന്താ കിട്ടിയത്? 0.4 raised to n u of n. so h of n square, so 0.4 raised to 2n എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ എടുക്കുന്നുണ്ട്. u of n ന്റെ വാല്യൂ 1 ആയി പോയി. ഇവിടെയും a raised to n ഫോമിൽ a raised to n ആകുമ്പോൾ 1/1 minus a. ക്ക് പകരം ഇവിടെ a raised to n, ക്ക് പകരം 0.4 the whole square. so 0.4 സ്ക്വയർ വന്നു. വാല്യൂ എടുക്കുമ്പോൾ 3.87 into 10 raised to -4. Next question, find the steady state variance of noise in the output due to quantization of input for the first order filter. y of n is equal to a y of n minus 1 plus x of n. നമ്മൾ ഇതൊരു പറഞ്ഞിട്ട് ഒരു കോമൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. sigma e square input noise power കണ്ടുപിടിക്കുക. sigma e square is q square by 12. q is equal to r by 2 raised to b. ഇവിടെ ഇപ്പോൾ ആറിന്റെയും ബിയുടെയും വാല്യൂ ഒന്നും ഒരു തന്നിട്ടില്ല, കോമൺ ആയിട്ടാണ്. സോ ആറ് തൽക്കാലം 1 ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ r എന്ന് തന്നെ ഇടാം. q is equal to അപ്പോൾ 2 raised to b, 2 raised to minus b. sigma e square is equal to എന്ത് കിട്ടി? അപ്പം q square ആകുമ്പോഴത്തേക്ക് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 raised to minus 2b by 12. y of n is equal to a y of n minus 1 plus x of n. so ഇതിന്റെ z ട്രാൻസ്ഫോം എടുക്കുന്നു. y of z is equal to a z raised to -1 y of z plus x of z. h of z അതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് 1/1 minus a z raised to -1 എന്ന് കിട്ടും. അതിനെ എങ്ങനെ എഴുതാം? z by z minus a. h of n എന്ത് കിട്ടും? a raised to n u of n. so ഇങ്ങനെ എഴുതണമെങ്കിൽ mod a should be less than 1. so h of n is equal to a raised to u of n കിട്ടി. ഇനി steady state output noise power എന്താണ്? sigma epsilon square is equal to sigma e square, sigma n is equal to 0 to infinity h square of n. sigma e square, sigma e square n is equal to 0 to infinity h of n എന്താ കിട്ടിയത്? a raised to n. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ a raised to 2, a raised to 2n എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? a raised to n ഫോമിൽ. സോ ഇവിടെ a ക്ക് പകരം എന്താണ്? a square. സോ അപ്പോൾ എന്ത് എഴുതാം? sigma e square by 1/1 minus a. so 1/1 minus a square എന്ന് പറഞ്ഞ് എഴുതാം. സോ ആൻസർ എന്തിട്ട്? സിഗ്മ എപ്സിലോൺ സ്ക്വയർ is equal to സിഗ്മ e square 1/1 minus a square. ഇതുവരെ മുമ്പ് ചെയ്ത രണ്ട് പ്രോബ്ലംസിൽ എക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, ബിക്ക് വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ ചെയ്ത പ്രോബ്ലംസിലെല്ലാം എയുടെ വാല്യൂ ഉണ്ടായിരുന്നു, ബിയുടെയും ആറിന്റെ ഒക്കെ വാല്യൂ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മൾ സിഗ്മ എപ്സിലോൺ സ്ക്വയർ നേരത്തെ h of n വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അത് തന്നെ വേറെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം, പാർസേവൽസ് തിയറം വെച്ചിട്ട്. സിഗ്മ എപ്സിലോൺ സ്ക്വയർ is equal to സിഗ്മ e സ്ക്വയർ. നേരത്തെ എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? സിഗ്മ n is equal to 0 to infinity h square of n ആയിരുന്നു. അതിന് പകരം പാർസേവൽസ് തിയറം വെച്ചിട്ട് ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്യാം? 1/2 pi j കോണ്ടൂർ ഇന്റഗ്രൽ h of z raised to -1 z raised to -1 dz. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കുക. h of z raised to -1 z raised to -1. h of z എന്തായിരുന്നു? z by z minus a. h of z raised to -1 എന്ന് പറയുമ്പോൾ z ന് വരെ z raised to -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ z raised to -1 z raised to -1 minus a into z raised to -1. so z ഉം z raised to -1 ക്യാൻസൽ ആയി. so z raised to -1 by z minus a
z raised to minus 1 minus a. ഇപ്പൊ ഇവിടെ രണ്ട് പോൾസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് പോൾസ്? പോൾസ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് ടേംസിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ z minus a equal to 0. അപ്പൊ z is equal to a എന്ന് പറയുന്ന ഒരു പോൾ ആണ്. അടുത്ത പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? z raised to minus 1 minus a equal to 0. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? z raised to minus 1 equal to a എന്ന് പറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ 1 by z is equal to a. അല്ലെങ്കിൽ z എന്താന്ന് പറയാം? z is equal to 1 by a. അപ്പൊ രണ്ട് പോൾസ് ഏതൊക്കെയാണ്? ഒന്ന് z is equal to a ഒരു പോൾ ആണ്. അടുത്ത പോൾ ഏതാണ്? z is equal to 1 by a ഒരു പോൾ ആണ്. അപ്പൊ റെസിഡ്യൂ തിയറം വെച്ചിട്ട് എഴുതുമ്പോൾ സിഗ്മ ഇ സ്ക്വയർ ഇതിന് പകരം എന്ത് എഴുതാം? റെസിഡ്യൂ ഓഫ് ഇതല്ലേ ഇപ്പൊ ഈ h of z raised to minus 1 z raised to minus 1 പകരം കിട്ടിയത് ഈ ടേം. So residue of z raised to minus 1 by z minus a into z raised to minus 1 minus a at z is equal to a. ഒരു പോൾ at z is equal to a. അടുത്ത റെസിഡ്യൂ എവിടെയാണ്? at z is equal to 1 by a. ഇനി ഈ രണ്ട് പോളും കൺസിഡർ ചെയ്യണോ? ആകെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തായിരിക്കും? യൂണിറ്റ് സർക്കിളിനകത്ത് വരുന്ന പോൾസേ കൺസിഡർ ചെയ്യുള്ളൂ. ഓൺലി ദ പോൾസ് ദാറ്റ് ലൈ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആർ കൺസിഡേർഡ്. എയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. സോ യൂണിറ്റ് സർക്കിളിനകത്ത് വരും. എ ലെസ് ദാൻ 1 ആണെങ്കിൽ 1 by a എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. യൂണിറ്റ് സർക്കിളിന് പുറത്ത് വരും. എ ലെസ് ദാൻ 1 ആയതുകൊണ്ട് യൂണിറ്റ് സർക്കിളിനകത്ത്. സോ എ ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1 by a ഗ്രേറ്റർ ദാൻ 1. സോ യൂണിറ്റ് സർക്കിളിന് പുറത്ത്. അപ്പൊ ഈ പോള് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ആകെ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ഈ സിഗ്മ ഇ സ്ക്വയർ ഇനി ഇതിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? at z is equal to a ആവുമ്പോൾ z minus a into e term. അപ്പൊ z minus a ക്യാൻസൽ ആവും. പിന്നെ എന്താ ഉള്ളത്? z raised to minus 1 by z raised to minus 1 minus a. ഇനി z is equal to a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a raised to minus 1 divided by a raised to minus 1 minus a. മുകളിലും താഴെയും a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 by 1 minus a square എന്ന് പറഞ്ഞ് കിട്ടും. ഇത് തന്നെയല്ലേ നേരത്തെയും കിട്ടിയത്. ഇനി ഇത് ഒന്നുകിൽ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നേരത്തെയുള്ള h of n ന്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. നോക്കുമ്പോൾ h of n ന്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അപ്പൊ പെട്ടെന്ന് തന്നെ h of n കണ്ടുപിടിക്കാവുന്നിടത്ത് നമ്മൾ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇനി അങ്ങനെ h of n നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏത് യൂസ് ചെയ്യുക? ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. Next question, the output signal of an ADC is passed through a first order low pass filter with transfer function given by h of z is equal to 1 minus a into z by z minus a for 0 less than a less than 1. Find the steady state output noise power due to condensation at the input of the digital filter. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമുക്ക് h of n ഇതിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പാടാണ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഏത് എക്സ്പ്രഷൻ യൂസ് ചെയ്യുക? നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക പാർസൽസ് തിയറത്തിന്റെ. സോ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ ഇസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ 1 by 2 pi j കോണ്ടൂർ ഇന്റഗ്രൽ h of z raised to minus 1 z raised to minus 1 dz. അപ്പൊ ഇവിടെ h of z അവർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് h of z into h of z raised to minus 1 into z raised to minus 1 കണ്ടുപിടിക്കുക. അപ്പൊ h of z അതുപോലെ എഴുതി. അടുത്ത h of z raised to minus 1 കണ്ടുപിടിക്കാൻ z ഉള്ളിടത്ത് z raised to minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു into z raised to minus 1. സോ ഇതിൽ z raised to z raised to minus 1 ഒക്കെ ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് കിട്ടും? 1 minus a the whole square z raised to minus 1 divided by z minus a z raised to minus 1 minus a എന്ന് പറഞ്ഞ് കിട്ടി. സോ ഇവിടെ രണ്ട് പോൾസ് ആണുള്ളത്. z is equal to a യും z is equal to 1 by a. എയുടെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം z is equal to a എന്ന് പറയുന്നത് a ലെസ് ദാൻ 1. സോ യൂണിറ്റ് സർക്കിളിനകത്ത് അപ്പൊ 1 by a ഗ്രേറ്റർ ദാൻ 1 വരും. സോ യൂണിറ്റ് സർക്കിളിന് പുറത്ത്. അപ്പൊ ഏത് പോള് മാത്രം എടുക്കും? at z is equal to a യിലെ റെസിഡ്യൂ മാത്രം എടുത്താൽ മതി. സോ സിഗ്മ എപ്സിലോൺ സ്ക്വയർ സിഗ്മ ഇ സ്ക്വയർ ലിമിറ്റ് z ടെൻഡ്സ് ടു a. സോ ഇതിന്റെ റെസിഡ്യൂ എടുക്കാനായിട്ട് at z is equal to a അല്ലേ? അപ്പൊ z minus a into ഈ ടേം എടുത്തു. ഇതിൽ z minus a ക്യാൻസൽ ആയി. സോ ബാലൻസ് ഉള്ളത് 1 minus a സ്ക്വയർ. z ന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? z is equal to a ആണ്. സോ z ന് വരെ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ a raised to minus 1 divided by z minus a ക്യാൻസൽ ആയി. പിന്നുള്ളത് a raised to minus 1 minus a. ഇനി മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ a യും a raised to minus 1 ഉം ക്യാൻസൽ ആയി. സോ 1 minus a സ്ക്വയർ. താഴെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus a സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. മുകളിലുള്ള 1 minus a സ്ക്വയർ എങ്ങനെ എഴുതാം? 1 minus a into 1 minus a എന്ന് എഴുതാം. താഴെയുള്ള 1 minus a സ്ക്വയർ എങ്ങനെ എഴുതാം? 1 plus a into 1 minus a എന്ന് എഴുതാം. സോ ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടും? സിഗ്മ ഇ സ്ക്വയർ into 1 minus a by 1 plus a. സിഗ്മ ഇ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ളതൊന്നും അവർ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 12 ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ 2 raised to b എന്ന് പറഞ്ഞ് എഴുതാം.
അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ എച്ച് ഓഫ് എന്നിന്റെ ആ എക്സ്പ്രഷൻ യൂസ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇവിടെ എച്ച് ഓഫ് എൻ അവർ എച്ച് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എച്ച് ഓഫ് എൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് നമ്മൾ ഏത് തിയറി യൂസ് ചെയ്തു? ഈ പാർസൽ തിയറോ റെസിഡ്യൂ തിയറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷന്റെ തിയറി KTU കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാർക്ക് അനുസരിച്ച് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർക്ക് കുറഞ്ഞ മാർക്കിലാണെങ്കിൽ ജസ്റ്റ് എന്താന്നൊക്കെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. 8 മാർക്കിനും 9 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവര്. സോ ഇനി എൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഫോർ ദ സെക്കൻഡ് ഓർഡർ ഫിൽട്ടർ h of z is equal to 1 by 1 minus 0.5 z raised to minus 1 into 1 minus 0.45 z raised to minus 1. Find the effect of shift in pole locations with 3-bit coefficient quantization in direct and cascade form. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്കേഡ് ഫോമിലൊക്കെ ആണെങ്കിൽ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷന്റെ എഫക്റ്റ് കുറവായിരിക്കും കമ്പയർഡ് ടു ഡയറക്റ്റ് ഫോം. ഡയറക്റ്റ് ഫോം വെച്ചിട്ട് നോക്കുമ്പോൾ കാസ്കേഡ് ഫോമിലോട്ട് വരുമ്പോൾ ഈ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷന്റെ എഫക്റ്റ് കുറവായിരിക്കും. അത് അങ്ങനെയാണോ എന്ന് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ എഫക്ട് ഓഫ്, അത് അവർ പറയുന്നുണ്ട്, ഫൈൻഡ് ദ എഫക്ട് ഓഫ് ഷിഫ്റ്റ് ഇൻ പോൾ ലൊക്കേഷൻസ്. പോൾ ലൊക്കേഷൻസിലുള്ള ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം. ഡയറക്റ്റിൽ നോക്കണം, കാസ്കേഡിൽ നോക്കണം. സോ എച്ച് ഓഫ് ഇസഡ് എഴുതി. പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഇസഡിലോട്ട് ആക്കാൻ വേണ്ടി മുകളിലും താഴെ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മുകളിൽ ഇസഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഇതിനെ ഒരു ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഒരു ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇസഡ് മൈനസ് 0.5, ഇവിടെ എന്ത് വരും? ഇസഡ് മൈനസ് 0.45 എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഇവിടുത്തെ ഒറിജിനൽ പോൾസ് ഏതൊക്കെയാണ്? ഒറിജിനൽ പോൾസ് എന്ന് പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു 0.5 ഒരു പോളാണ്, 0.5 ഒരു പോളാണ്, 0.45 ഒരു പോൾസ് ആണ്. അപ്പൊ ഒറിജിനൽ പോൾസ് കണ്ടുപിടിച്ചു. P1 എന്ന് പറയുന്നത് 0.5, അടുത്ത P2 എന്ന് പറയുന്നത് ഇതാണ് 0.45. സോ ഒറിജിനൽ പോൾസ് ഓർത്ത് വെക്കുക, 0.5 0.45. ഇനി ഇതിന്റെ വാല്യൂസിൽ എങ്ങനെ വേരിയേഷൻസ് വരും? കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വേരിയേഷൻസ് വരും അതാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ h of z അവർ തന്നിട്ടുണ്ട്. 1 by 1 minus 0.5 z raised to minus 1 into 1 by 1 minus 0.45 z raised to minus 1. ഡയറക്റ്റ് ഫോം ആയതുകൊണ്ട് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. സോ 1 by 1 minus നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.95 z raised to minus 1 plus 0.225 z raised to minus 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇതിന്റെ കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ഫോമിൽ ക്വാണ്ടൈസ് ചെയ്യണം. കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ 0.95 ഉണ്ട്, 0.225 ഉണ്ട്. അപ്പൊ ഈ രണ്ട് കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ക്വാണ്ടൈസ് ചെയ്യാൻ പോവാണ്. ക്വാണ്ടൈസ് ചെയ്യാനായിട്ട് ട്രങ്കേഷൻ യൂസ് ചെയ്യുന്നു. സോ 0.95നെ ആദ്യം എന്തിലോട്ടാക്കണം? ക്വാണ്ടൈസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിനെ എന്തിലോട്ടാക്കണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ 0.95 നിങ്ങൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.1112 എന്ന് പറഞ്ഞ് കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്യാം, മിക്ക കാൽക്കുലേറ്ററിലുണ്ട് കൺവേർഷൻ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാലും മതി. 0.95നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു, 0.111 എന്ന് കിട്ടി. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റനിൽ 3 ബിറ്റ്സിലോട്ട് ട്രങ്കേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് തൽക്കാലം 4 ബിറ്റ്സ് എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് വേറെ ബിറ്റ്സ് ഉണ്ടാവും. തൽക്കാലം 4 ബിറ്റ്സ് എടുത്തതിന്റെ കാര്യം ട്രങ്കേറ്റ് ടു 3 ബിറ്റ്സ്. 3 ബിറ്റ്സിലോട്ട് ട്രങ്കേറ്റ് ചെയ്യാൻ 3 ബിറ്റ്സ് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ബിറ്റ്സിലോട്ട് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 3 ബിറ്റ്സ് വരെ റീറ്റെയിൻ ചെയ്യാം, ബാക്കിയുള്ളതിനെ റിമൂവ് ചെയ്യാം. അപ്പൊ 3 ബിറ്റ്സ് വരെ റീറ്റെയിൻ ചെയ്യുമ്പോൾ 0.11 എന്ന് കിട്ടും. ഇതിനെ ഇനി വീണ്ടും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? 0.875 ആണ്. അതായത് 0.95 ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ വാല്യൂ എന്തായിട്ട് മാറി? 0.875 ആയിട്ട് മാറി. ഇനി അതുപോലെ 0.225 അതും 4 ബിറ്റ്സിലോട്ട് അതിന്റെ ബൈനറി എഴുതി. ഇനി എന്ന് ട്രങ്കേറ്റ് ടു 3 ബിറ്റ്സ്. അപ്പൊ 3 ബിറ്റ്സ് മാത്രം റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി മറ്റു ബിറ്റ് കളഞ്ഞു. അപ്പൊ എന്തായി? 0.001. ഇനി ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 0.125 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയപ്പം ഇപ്പൊ നമ്മൾ ആഫ്റ്റർ ക്വാണ്ടൈസിങ് ദ കോഎഫിഷ്യൻസ് h dash of z എന്തായിട്ട് മാറി? 1 by 1 minus 0.95ന് പകരം വാല്യൂ ഇപ്പൊ എന്തായിട്ട് മാറി? 0.875. 0.225ന് പകരം വാല്യൂ എന്തായിട്ട് മാറി? 0.125. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? z square by z square minus 0.875 z plus 0.125 എന്ന് പറഞ്ഞു കിട്ടും. ഇനി താഴത്തെ സെക്കൻഡ് ഓർഡറിനെ നമ്മൾ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രണ്ട് പോൾസും കിട്ടും. എന്തൊക്കെയായിരിക്കും കിട്ടാൻ പോകുന്ന പോൾസിന്റെ വാല്യൂ? 0.695ഉം 0.18 എന്ന് പറഞ്ഞ പോൾസിന്റെ വാല്യൂ കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 0.695ഉം 0.18 എന്ന് കിട്ടും. അപ്പൊ നേരത്തെ നമ്മളുടെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0.5ഉം 0.45ഉം ആയിരുന്നു. സോ നല്ല ഡീവിയേഷൻ വന്നു. ഒറിജിനൽ പോൾസിന്റെ വാല്യൂസിൽ നിന്ന് നല്ല ഡീവിയേഷൻ വന്നതായിട്ട് കാണാം. ഏതിന്റെ കേസിൽ? ഡയറക്റ്റ് ഫോം റിയലൈസേഷന്റെ കേസിൽ.
അടുത്ത നെക്സ്റ്റ് കാസ്കേഡ് റിയലൈസേഷൻ ആണ്. കാസ്കേഡ് റിയലൈസേഷന്റെ കേസിൽ ഡയറക്റ്റ് ഫോം ആയതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയത്. ഇപ്പൊ കാസ്കേഡ് ആകുമ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൽ ഇടുക. സോ അപ്പൊ ഇവിടെ എന്താണ് കോഎഫിഷ്യൻസ് 0.5 0.45 ആണ്. അതിനെ എന്ത് ചെയ്യുക, ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ 0.100 എന്ന് എഴുതുന്നു. 3 ബിറ്റ്സ് ആയിട്ട് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ 0.100 തന്നെ. ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താലും ഏത് വാല്യൂ തന്നെ കിട്ടും, 0.5 തന്നെ കിട്ടും. അടുത്ത 0.45നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.0111 എന്ന് കിട്ടും. ഇതിനെ 3 ബിറ്റ്സ് വെച്ച് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ 0.011 എന്ന് കിട്ടും. ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വാല്യൂ 0.375 എന്ന് കിട്ടും. അപ്പൊ h dash of z എന്ത് എഴുതാം, 1/1 മൈനസ് 0.5 അതുപോലെ തന്നെ 0.5 തന്നെ കിട്ടി. 0.45 എന്ത് കിട്ടി, 0.375 കിട്ടി. അപ്പൊ ഇവിടുത്തെ ന്യൂ പോൾസ് ഏതൊക്കെയാണ്, 0.5 0.375. അപ്പൊ ഒരു പോൾ അതുപോലെ തന്നെ നിന്നു. നേരത്തെ നമ്മുടെ പോൾസ് ഏതൊക്കെയായിരുന്നു, ഒറിജിനൽ പോൾസ് എന്ന് പറയുന്നത് 0.5 0.45 ആയിരുന്നു. 0.5 അതുപോലെ തന്നെ നിന്നു. One of the poles is same and the other pole is very close to the original pole. 0.375 0.45 എന്ന് പറഞ്ഞാൽ വലിയ വേരിയേഷൻ ഇല്ല. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, കാസ്കേഡ് റിയലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷന്റെ എഫക്റ്റ് കുറവാണ്, പോൾസിന്റെ വാല്യൂയിൽ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷെ ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ ഒക്കെ ആണെങ്കിൽ എന്ത് വരുന്നു, കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡീവിയേഷൻ, പോൾസിന്റെ വാല്യൂവിൽ നല്ല ഡീവിയേഷൻ വരുന്നതായിട്ട് കാണാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി റെസ്പോൺസിലും എല്ലാം എന്ത് വരും, വേരിയേഷൻസ് വരും. വേണമെങ്കിൽ സ്റ്റേബിൾ ഫിൽട്ടർ എന്തായിട്ട് മാറാം, അൺസ്റ്റേബിൾ ഫിൽട്ടർ ആയിട്ടൊക്കെ മാറാം. ഇവിടെ കാസ്കേഡ് ആയതുകൊണ്ടാണ് സ്മോളർ ഓർഡർ ഫംഗ്ഷൻ, അതായത് ഫസ്റ്റ് ഓർഡറിലാക്കി നിർത്തിയത്. ഡയറക്റ്റ് ഫോം ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. Next question, a filter with transfer function h of z is equal to 1/1 plus 0.2 z raised to -1 is implemented using a processor which uses 4 bits to store the coefficient value, where 1 bit is reserved for sign bit. Find the pole location of the implemented filter. ഇനി ഇവിടെ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന h of z. ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്താണ്, 0.2 ആണ്. കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ ആണ് പറയുന്നത്. കോഎഫിഷ്യന്റിനെയാണ് 4 ബിറ്റ്സ് സ്റ്റോർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. സോ ഹിയർ ദ കോഎഫിഷ്യന്റ് ഇസ് 0.2. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 0.2നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 0.2നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. 0.2നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ബിറ്റ്സ് ആണ് അവർ കോഎഫിഷ്യന്റ് വാല്യൂവിന് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ 4 ബിറ്റ്സിൽ കൂടുതലാക്കി വേണം നമ്മൾ എഴുതാൻ, കാര്യം നമുക്ക് ട്രങ്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ അതുപോലെ എഴുതി. ഇനി ട്രങ്കേറ്റ് ടു 4 ബിറ്റ്സ് വിച്ച് യൂസസ് 4 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ബിറ്റ്സിലോട്ട് ട്രങ്കേറ്റ് ചെയ്യുക. അപ്പം ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ട്രങ്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം റിമൂവ് ചെയ്യുക. അപ്പം 0.001 4 ബിറ്റ്സ് വെച്ചിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. 4 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ മൊത്തം 4 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു ബിറ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞു, സൈൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ വാല്യൂന് 001 എടുത്തോളൂ. ബാക്കി ഈ 0 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സൈൻ ബിറ്റ്. അതും കൂടി ആലോചിച്ചിട്ടാണ് എഴുതാൻ. സോ മൊത്തം 4 ബിറ്റ്സ്, അതിൽ ഒരു ബിറ്റ് എന്താണ്, സൈൻ ആണ്. അപ്പൊ 0 എന്തിനായിട്ട് എടുത്തു, സൈൻ ആയിട്ട് എടുത്തു. 0.001 വാല്യൂനായിട്ട് എടുത്തു. ഇനി ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0.125 കിട്ടും. ഒറിജിനൽ വാല്യൂ 0.2 എന്നുള്ളത് ഇപ്പൊ എന്തായിട്ട് മാറി, 0.125 ആയിട്ട് മാറി. സോ 1/1 പ്ലസ് 0.2 എന്നുള്ളത് ഇപ്പൊ എന്തായി, 0.125 z raised to -1 ആയി. അല്ലെങ്കിൽ എന്ത് എഴുതാം, z by z plus 0.125. ന്യൂ പോൾ എന്താണ്, ന്യൂ പോൾ കണ്ടുപിടിക്കാൻ ഇതിനെ ഈക്വൽ ടു 0, z plus 0.125 ഈക്വൽ ടു 0. അപ്പൊ z is equal to -0.125 ആണ് ന്യൂ പോൾ. നേരത്തെ ഉണ്ടായിരുന്നത് -0.2 ആയിരുന്നു. ഇപ്പൊ അത് എന്തായിട്ട് മാറി, -0.125 ആയിട്ട് മാറി.